പാട്യത്തു നിന്നും കൊച്ചിയിലെ ഉദയംപേരൂർ കണ്ടനാടെന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്കെത്തി ഈ നാടിനെ മൊത്തം മാറ്റിമറിച്ച ഒരു വിപ്ലവം നടത്തിയ ആളാണ് നടൻ ശ്രീനിവാസൻ. കൃഷിയുടെ വിപ്ലവമായിരുന്നു ഈ നാടിന് നടൻ ശ്രീനിവാസൻ പങ്കുവച്ചത്. അത് ഈ നാട് ഒത്തൊരുമയോടെ ഏറ്റെടുത്ത് അങ്ങനെ ഈ കണ്ടനാട്ടെ നിരവധി പാടങ്ങളാണ് ഇന്ന് വിളഞ്ഞ് ഹരിത ഭംഗിയോടുകൂടി നിൽക്കുന്നത്. വിതച്ച് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ പാടത്തേക്ക് വരും. വിത കിളുത്തോ ഇല്ലെന്ന് അറിയാനായിട്ട് പാടത്തോട് മതി. ഇപ്പോൾ നമുക്ക് ആരാന്നോലും മനസ്സിലാവും. നിക്കറും ടീഷർട്ട് ഇട്ട് തന്നെ കാണാം. അപ്പോൾ എന്താ അപ്പോൾ സീനിയറിനാണല്ലോ അത് പെട്ടെന്ന് വർത്താനം പറഞ്ഞ് രാജപ്പനുണ്ടാവും. രാജപ്പൻ വന്ന് ചോദിക്കും എന്താ ചോദിക്കും. ആ ഒരു സിനിമയെ പറ്റി പറഞ്ഞ് ചിരിക്കും, കാര്യമൊക്കെ ചെയ്യും. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇന്ത്യക്കാർ താമസിക്കുന്നത്. അപ്പോൾ നമ്മളവർക്ക് അവർ വലിയ ഇറങ്ങി വന്നായിരിക്കും. പിന്നെ അടുത്ത് വരുമ്പോഴാണ് സീനിയറിനെന്ന് മനസ്സിലാവും. രാജപ്പൻ തന്നെ വിളിക്കണം. അത് മനുണ്ട് ചോദിച്ചു രാജപ്പൻ ചോദിക്കും. അത് കൂടി ചിരിക്കും കാണുമ്പോൾ. എന്ത് രാജപ്പനെ കളിയാക്കി ചിരിക്കണം അങ്ങനെ അത്ര ഒരു ഇതായിരുന്നു സാറായിട്ട്. കൊച്ചിയിലെ സിനിമാ തിരക്കുകൾക്കിടയിൽ നാട്ടിൻപുറത്തിൻ്റെ ഭംഗി തേടിയാണ് ശ്രീനിവാസൻ അങ്ങനെ ഈ എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരെ കണ്ടനാടേക്ക് എത്തുന്നത്. ഇവിടെ വന്ന് കാണുമ്പോൾ വലിയൊരു കാട് പിടിച്ച ഇടമായിരുന്നു. അതിലേതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. പല ആളുകളുടെ കയ്യിലാണ് ഈ ഭൂമി. അങ്ങനെ അവരെയൊക്കെ കണ്ടെത്തി ഇത് പാട്ടത്തിന് വാങ്ങുകയാണ്. അങ്ങനെ ആദ്യം 2 ഏക്കറിൽ കൃഷി നടത്തുന്നു. ആ കൃഷി 100 മേനി വിളവ് കൊയ്യുകയാണ്. അങ്ങനെയാണ് സ്വന്തമായി ഈ പാടത്തിനോടൊക്കെ ചേർന്ന് അദ്ദേഹം അവിടെ ഒരു വീട് വെക്കുകയാണ്. അതിനുശേഷം ഈ വിളവിലുണ്ടായ ആ ഒരു വർധനവ് അത് കൂടുതൽ ശ്രീനിയെ കൃഷിയിലേക്ക് അടുപ്പിച്ചു. ഈ കാണുന്ന രീതിയിൽ 102 ഏക്കറിലേക്ക് ശ്രീനിവാസൻ്റെ കൃഷി വളരുകയായിരുന്നു. സീനിയേട്ടൻ കൃഷി ചെയ്യാൻ വേണ്ടി മാത്രമാണ് കണ്ടനാട് വന്നത്. ഇത് ഈ പാടശേഖരം ഒരു 30 വർഷത്തോളം തരിശായി കിടക്കുമായിരുന്നു. ട്രാക്ടർ കൊണ്ടൊന്നും ഉഴുത് ഒരു വരമ്പ് വെച്ച് ഇവരൊക്കെയാണ് രാജപ്പനൊക്കെയാണ് വരമ്പ് വെച്ച് മാസങ്ങളോളം നിന്ന് വരമ്പ് വെച്ച് പണിതാണ് തുടങ്ങിയത്. ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ പോലും അറിയാൻ പാടില്ലായിരുന്നു. ഇത് 42 പേരുടെ സ്ഥലമാണ്. എല്ലാം പാട്ടത്തിനടുത്ത് ഓരോ വീടുകളിൽ പോയി കണ്ട് അവരെ കണ്ട് സംസാരിച്ച് അങ്ങനെയാണ്. സീനിയേട്ടനും വന്നിട്ടില്ല. എന്നാലും സീനിയർ സമയം ഉണ്ടാവില്ല. അത് സിനിമാ തിരക്കുകളൊക്കെ ആയിട്ട് വൈകുന്നേരം ഒരു മീറ്റിംഗ് കൂടും. എല്ലാ ദിവസവും എല്ലാ ദിവസവും വരും. അന്ന് ലിസിമോൾ വടക്കോട്ടുന്ന കൃഷി ഓഫീസറായിരുന്നു. അവരിപ്പോൾ തിരുവനന്തപുരത്താണ്. അവരെല്ലാ വീടുകളിലും കയറി ചോദിച്ച് ഇങ്ങനെ തരിശ് കിടക്കുന്ന ഭൂമി തരാമോ അങ്ങനെ ചോദിച്ച് കൃഷി ചെയ്ത് ഒരു 14 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ കൃഷി നിർത്തിയിട്ടില്ല. എല്ലാ വർഷവും നെൽകൃഷിയും പച്ചക്കറിയും മാറി മാറി ചെയ്യുന്നുണ്ട്. കണ്ണൂരിലെ പാട്യം എന്ന നാട്ടിൻപുറത്താണ് ശ്രീനി ജനിക്കുന്നത്. അവിടെ ഈ പറയുന്ന രീതിയിൽ വയലും കൃഷിയുമൊക്കെ ആയിട്ടാണ് പരിചിതം. ആ പരിചിതമായൊരിടത്ത് അച്ഛനൊപ്പം ജീവിച്ചുകൊണ്ടാവാം ഒരുപക്ഷെ കൊച്ചിയിലെ സിനിമാ തിരക്കുകൾക്കിടയിൽ അതിനൊപ്പം ഈ ഒരു നാടിനെ കൂടി ചേർത്ത് പിടിച്ച് അദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങിയതും ഈ നാടിനെയും നാട്ടാരെയും കൃഷിയിലേക്ക് ഇറക്കിയതും. ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉദയംപേരൂർ കണ്ടനാടെന്ന ഗ്രാമം വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃഷിക്ക് ഒരു ഇടമുണ്ടെങ്കിൽ അത് ശ്രീനിവാസൻ്റെ വരവാണ്. ശ്രീനിവാസൻ എന്ന ആ അതുല്യ നടൻ ഈ നാടിന് നൽകിയ കൃഷിയുടെ മഹത്തായ സംഭാവന കൂടിയാണ്. കൃഷിയെ തന്നെ ഭയങ്കര വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ജൈവ കൃഷിയിൽ ഭയങ്കര പേരായി. പിന്നെ പച്ചക്കറി ഇപ്പോൾ സൺഫ്ലവർ, തണ്ണിമത്തൻ അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാണാൻ ഇഷ്ടംപോലെ ജനങ്ങൾ വന്നിട്ടുണ്ട്. സീനിയേട്ടൻ ഇവിടെ ആദ്യത്തെ പ്രാവശ്യം 3-ാമത്തെ വർഷം കൃഷി ചെയ്തപ്പോൾ വെള്ളമില്ലായിരുന്നു. അതിനുവേണ്ടി ഇവിടെ 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു കുളവ് കുത്തുന്നു. പിന്നെ വെള്ളത്തിന് പച്ചക്കറിക്കും ചെയ്യാൻ ഇഷ്ടംപോലെ വെള്ളമായി. വെള്ളത്തിന് ക്ഷാമം മാറിയത്. പിന്നെ ജൈവ കൃഷിയിലാണ് താല്പര്യം. വേറൊരു സാധനം ചെയ്യാൻ സാർ സമ്മതിക്കുകയില്ല. അതൊക്കെ ഭയങ്കര നിർബന്ധം തന്നെ. ഞങ്ങളതിന് ചെയ്യണമെന്ന് വെച്ചാൽ കോഴിവളം, ചാണകം അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരു പരിപാടി നടത്തില്ല. അത്രയ്ക്ക് പുള്ളിക്കാർക്ക് നിർബന്ധമാണ് സാർ. പഞ്ചായത്തിൽ നമ്മളിവിടെ എല്ലാവർക്കും അതിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. സാറ് വന്ന് ഇവിടെ ചെയ്തിട്ട് എല്ലാവർക്കും അതിലൊരു ഊർജ്ജം ഉണ്ടെന്ന് തോന്നണം. ചേട്ടൻ്റെ പേരൊരു സിനിമയുടെ കഥാപാത്രമാക്കിയിട്ടുണ്ടെന്ന് എന്ന് പറയുന്നുണ്ട്. ആള് ഭയങ്കര ജെന്യുവൻ മനുഷ്യനാണ്. സത്യസന്ധന ഇതുപോലെ സത്യസന്ധന ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. ഒരു തട്ടിപ്പുമില്ല, ഒരു കള്ളത്തരില്ല, ഒന്നുമില്ല. ഇതുവരെ ഒരു എതിർത്തൊരു വഴക്കോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുവരെ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ ചേച്ചിക്കും അത് സീനിയറിനത്.
മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച ആ പദ്ധതികൾ വളരെ ഭംഗിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉദയംപേരൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അദ്ദേഹം പോയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനു ഫിലിപ്പും സാജു കുര്യനും അദ്ദേഹത്തിൻ്റെ മകൻ ധ്യാനും ചേർന്നുകൊണ്ടാണ് ഈ 60 ഏക്കർ കൃഷിയിടം ഇപ്പോൾ കൃഷിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ വിതച്ച ആ നെല്ലിൻ്റെ വിളവെടുപ്പ് ഈ മാസം അവസാനത്തോടുകൂടി ഇവിടെ നടക്കുകയാണ്. കൃഷി എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എപ്പോൾ തുടങ്ങാം, എന്ന് തുടങ്ങാം എന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. പച്ചക്കറി അപ്പോൾ ഈ വർഷം കൂടെ പച്ചക്കറിക്ക് മനു ഞാനും കൂടി ഉണ്ടിട്ടോ എന്ന് പറഞ്ഞിരുന്ന സീനേട്ടൻ സൺഫ്ലവർ ചെയ്യാൻ നേരത്ത്. കഴിഞ്ഞ വർഷം സീനേട്ടൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാജു കുര്യൻ പിന്നെ ധ്യാനാണ് ഈ പ്രാവശ്യം ഉള്ളത്. ഈ പ്രാവശ്യം എന്നെ കൂടെ പച്ചക്കറിക്ക് കൂട്ടണം എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്നതാണ് സീനേട്ടൻ. മരണം സംഭവിച്ചത്. ഈ പുന്നച്ചാൽ പാടശേഖരത്ത് വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. തലമുറകൾക്ക് ചിരിക്കാൻ സിനിമകൾ നൽകിയ ശ്രീനിയേട്ടൻ വരും തലമുറക്ക് ജീവിക്കാൻ വിഷമില്ലാത്ത ഭക്ഷണത്തിൻ്റെ പാഠവും കൂടി പഠിപ്പിച്ചിട്ടാണ് പോയത്. ശ്രീനിവാസൻ എന്ന ഓർമ്മയ്ക്ക് മുന്നിൽ കണ്ടനാട്ടെ ഈ പാടശേഖരം എന്നും പ്രണാമമർപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വിളയുന്നത് വെറും നെല്ലല്ല, ഒരു വലിയ മനുഷ്യൻ നട്ടുവളർത്തിയ നന്മയുടെ വിത്തുകളാണ്.